ലോകം പ്രണയദിനത്തിൻ്റെ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച നിസ്വാർത്ഥമായ പല പ്രണയബന്ധങ്ങളെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കാറുണ്ട്. പ്രണയമെന്നാൽ പരിശുദ്ധവും പരസ്പരം വിട്ടുകൊടുക്കലും ചേർത്ത് നിർത്തലുമൊക്കെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രണയത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. സ്നേഹം പിടിച്ചു വാങ്ങുന്നവർ, തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി ജീവനെടുക്കുകയും ജീവനൊടുക്കുകയും ചെയ്യുന്നവർ. അതിനിടെ പ്രണയചതിയെക്കുറിച്ചും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹം നടിച്ചുള്ള പീഡനം, ഫോട്ടോകൾ കാണിച്ചുള്ള ഭീഷണി. ഇതിൽ പലപ്പോഴും ഇരകളാകുന്നത് പെൺകുട്ടികളാണ്. കണ്ണൂരിലെ ഒരു പ്രണയചതിയുടെ കഥയാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ഒരാളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രണയം തോന്നാം. എന്നാൽ അങ്ങനെ കാണുക പോലും വേണ്ട. ഒരിക്കലും കാണാത്തവരോടും സമൂഹ മാധ്യമങ്ങളിൽ മാത്രം കണ്ട് പരിചയമുള്ളവരോടും പ്രണയം തോന്നുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ യുവതലമുറ അങ്ങനെയാണ് സാർ. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെയാണ് അവരുടെ ലോകം. അവിടെയാണ് പ്രണയവും. ഇതിൻ്റെ അപകടം തിരിച്ചറിയുന്നത് പിന്നീട് ചതിക്കുഴിയിൽ വീഴുമ്പോഴാണ്. കണ്ണൂരിൽ ഇൻസ്റ്റഗ്രാം ബന്ധത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥിനി പ്രണയച്ചതിയിൽ വീണത്. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ചാറ്റ് ചെയ്ത് പരിചയത്തിലായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. കേസിൽ കണ്ണൂർ അഴീക്കോട് സ്വദേശി മുഹമ്മദ് സഫ്വാൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിർമ്മിച്ച് നിരവധി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ ശേഖരിച്ച് മോർഫ് ചെയ്യുകയുമായിരുന്നു രീതി. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്യുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തതായും പോലീസ് പറയുന്നു. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതി കപ്പക്കടവ് സുജിതോട് സ്വദേശി മുഹമ്മദ് സഫ്വാനെ അറസ്റ്റ് ചെയ്തത്. 23-കാരനാണ് പ്രതി. ഏച്ചൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് അന്വേഷണത്തിൽ ഇയാൾ നിരവധി യുവതികളുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്തതായി വ്യക്തമായി. ചെന്നൈയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി 2 ഫോണുകളും 4 സിം കാർഡുകളും ഉപയോഗിച്ചാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ പോലെ പ്രണയചതിക്ക് ഇരകളാകുന്ന നിരവധി പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ സമൂഹ മാധ്യമങ്ങളാണ് പ്രധാന വില്ലൻ. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ജാഗ്രത കുറവും ഒരു പരിധിവരെയും കുട്ടികൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിൽ തിരികെ എത്തുന്ന മക്കളുടെ സ്വഭാവത്തിന് പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മാറ്റം വരികയാണെങ്കിൽ രക്ഷിതാക്കൾ സൂക്ഷിക്കുക. അവർ കൃത്യമായി സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. കൊല്ലം ചടയമംഗലത്ത് 10ാം ക്ലാസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയത് വിവാഹിതനായ 26-കാരനാണ്. യുവാവിൻ്റെ ഭാര്യ വീട്ടിൽ ഇല്ലാതിരുന്ന തക്കം നോക്കിയായിരുന്നു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ മാസം 28-നാണ് സംഭവം നടന്നത്. ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലം പ്രയോഗിച്ച് പ്രതി അനീഷ് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. കൊല്ലം പോരേടം സ്വദേശിയായ അനീഷ് വിദ്യാർത്ഥിനിയുമായി പ്രണയം നടിച്ചായിരുന്നു പീഡിപ്പിച്ചിരുന്നത്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ യുവാവ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നു. മാനസികമായി തളർന്ന വിദ്യാർത്ഥിനി പീഡനത്തിൽ നിന്ന് രക്ഷ നേടാനായി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതോടെയാണ് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതി നൽകിയതിലുള്ള ദേഷ്യത്തിൽ അനീഷ് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു.
പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് യുവാവിനെതിരെ പോക്സോ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. സ്നേഹം നടിച്ചുള്ള തട്ടിപ്പിലും ചതിയിലും ഇരകളാകുന്നതിൽ കൂടുതലും പെൺകുട്ടികളും സ്ത്രീകളുമാണ്. എന്നാൽ പ്രണയത്തിന്റെ പേരിൽ പുരുഷന്മാരെയും കെണിയിൽ വീഴ്ത്തുന്ന ചില സംഘങ്ങളുണ്ട്. കാസർഗോഡ് 59-കാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് യുവതി അടങ്ങുന്ന 7-അംഗ സംഘമാണ്. ആ കേസിന്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കൂടുതൽ പേർ സംഘത്തിന്റെ വലയിലായെന്നാണ് സൂചന. കോടതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 1-ാം പ്രതി ഉൾപ്പെടെ 4 പേരെ മംഗളൂരുവിലും പടന്നക്കാടുള്ള വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാങ്ങാട് സ്വദേശിയായ 59-കാരനെയാണ് 7-അംഗ സംഘം ഹണി ട്രാപ്പിൽപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വീണ്ടും ഹണി ട്രാപ്പ് സംഘം പണം ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതും 7 പേർ പിടിയിലായതും. സംഘത്തിലെ 4 പേരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പി ഫൈസൽ, ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി MP റുബീന, കാസർഗോഡ് ഷിറിബാഗിലു സ്വദേശി N സിദ്ദിഖ, മാങ്ങാട് സ്വദേശി ദിൽഷാദ എന്നിവരെ മംഗളൂരുവിലും പടന്നക്കാടുള്ള വീട്ടിലുമെത്തിച്ച് തെളിവെടുത്തു. മറ്റൊരു പ്രതിയായ പടന്നക്കാട് സ്വദേശി റഫീഖിന്റെ വീടാണിത്. 59 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുവന്ന ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഹണി ട്രാപ്പിൽപ്പെടുത്തി ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിയ മംഗളൂരു നഗരത്തിലെ സ്വകാര്യ ലോഡ്ജ, കാസർഗോഡ് നഗരത്തിൽ വെച്ച് രാത്രി ഭീഷണിപ്പെടുത്തിയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ചും മേൽപ്പറമ്പ് പോലീസ് തെളിവെടുത്തു. സംഘത്തിലെ ബാക്കിയുള്ള 3 പേരെയും അടുത്ത ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിശ്രിയ, മാങ്ങാട് സ്വദേശി അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട് സ്വദേശി റഫീഖ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. സംഘം കൂടുതൽ ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് മേൽപ്പറമ്പ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂട്ടുകൂടിയുള്ള മദ്യപാനം പലപ്പോഴും സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർക്കഥയാണ്. പത്തനംതിട്ട മൂഴിയാറിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. കൊച്ചാണ്ടി സ്വദേശി അജിയെ കൊലപ്പെടുത്തിയത് ഭാര്യ സഹോദരനെന്ന് കണ്ടെത്തി. മദ്യപിക്കുന്നതിലുണ്ടായ തർക്കമായിരുന്നു അരുൺ കൊലയ്ക്ക് കാരണം. സംഭവത്തിൽ ഭാര്യ സഹോദരൻ മഹേഷിനെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യ സഹോദരൻ മഹേഷ് കമ്പിപ്പാര കൊണ്ട് അടിച്ചും കുത്തിയുമാണ് അജിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് മുങ്ങിയ മഹേഷിനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അജിയുടെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് അജിയുടെ വീട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലെ പല ബാറുകളിലും മദ്യപിക്കാനെത്തുന്നവരെ കൈകാര്യം ചെയ്യാൻ ബൗൺസേഴ്സിനെ നിയമിക്കാറുണ്ട്. ബാറിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്താൽ ഇവർ മർദ്ദിക്കുന്നതാണ് രീതി. കോട്ടയത്തെ പല ബാറുകളിലും ഇതുപോലുള്ള ബൗൺസേഴ്സ് ഭീതി വിതയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ അഞ്ജലി പാർക്ക് ബാറിൽ മദ്യപിക്കാനെത്തിയ ഇതര സംസ്ഥാനക്കാരെ അവിടുത്തെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയത്ത് നഗരമധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വകാര്യ കമ്പനിയിലേക്ക് ചെരുപ്പുകൾ കൊണ്ടുവന്നതായിരുന്നു മഹാരാഷ്ട്ര സ്വദേശികളായ രാഹുലും സന്ദീപും. ഇവർ ഈ ബാറിൽ അതിനുശേഷം വാഹനം നിർത്തിയ ശേഷം മർദ്ദിച്ചു. ഇതിനിടെ ചില തർക്കങ്ങളുണ്ടായി. ഇതിനെ തുടർന്നാണ് ബാർ ജീവനക്കാർ ഇവരെ ആക്രമിച്ചത് എന്നാണ് പരാതി. ഇവരുടെ ഒരാളുടെ തലയ്ക്ക് പൊട്ടലേറ്റിട്ടുണ്ട്, ചെവിക്കടക്കം പരിക്ക് വന്നിട്ടുണ്ട്. ഈ മർദ്ദനത്തെ തുടർന്ന് ഇവർ ഓടി രക്ഷപ്പെട്ട് സെൻട്രൽ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു. ഓട്ടോ തൊഴിലാളികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധനകൾ നടത്തി. എന്തായാലും ഇരുവരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ബാർ ജീവനക്കാർക്കെതിരെ. ഇത്തരം സംഭവങ്ങൾ ഒരു തുടർക്കഥയാകുന്നതാണ് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ സാധിക്കുന്നത്. ബൗൺസർമാർ എന്ന നിലയിൽ ജോലിക്കാരെ നിയമിച്ച ശേഷം അവർ ഇത്തരം ആളുകളോട് തർക്കിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തുടർക്കഥയാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും ഈ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലീസ് നടപടികൾ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം വിവിധ ഷാപ്പുകളിൽ ചില ആളുകൾ മദ്യപിച്ച ശേഷം അക്രമം നടത്തുന്ന സംഭവവും തുടർക്കഥയായിരുന്നു. ഇത്തരം കേന്ദ്രങ്ങളിൽ, മദ്യ വിൽപ്പന കേന്ദ്രങ്ങളിൽ അക്രമങ്ങൾ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിൽ കോടിമതയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലും സമാനമായ രീതിയിൽ 3 യുവാക്കൾ മദ്യം വാങ്ങിച്ച ശേഷം പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഈ ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവവും ഉയർന്നു വന്നിരുന്നു. മെട്രോ നഗരത്തിനപ്പുറം കേരളത്തിന്റെ ക്രൈം ക്യാപിറ്റലായി മാറുകയാണ് കൊച്ചി. ഒരു കാലത്ത് കൊട്ടേഷൻ സംഘങ്ങൾ അടക്കി ഭരിച്ചിരുന്ന പ്രദേശം. ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളെ പോലീസ് അമർച്ച ചെയ്തപ്പോൾ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം പതിവ് കാഴ്ചയാണ്. മുൻപ് വടിവാളും മാരകായുധങ്ങളും കൊണ്ടാണ് അക്രമികൾ ഭീതി വിതച്ചതെങ്കിൽ ഇപ്പോൾ തോക്കിൻ മുനയിലാണ് കൊച്ചി നഗരം. വിദ്യാർത്ഥികൾ മുതൽ ലഹരി സംഘങ്ങൾ വരെയും തോക്കെടുക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം ഭയാനകമായിരിക്കും. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയെ നടുക്കി കലൂരിലെ ബാറിൽ വെടിവെപ്പുണ്ടായത്. രാത്രി 11 മണിക്ക് ശേഷം ബാറിൽ നിന്നും മദ്യം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ബാർ അടച്ചതിനാൽ ജീവനക്കാർ മദ്യം നൽകാത്തതിനെ തുടർന്ന് മാനേജർ ജിതിൻ ജോർജുമായി സംഘം തർക്കിച്ചു. പിന്നീട് അവർ ജിതിനെ മർദ്ദിച്ചു. തടയാനെത്തിയ ബാർ ജീവനക്കാരായ സുജിത്തിനെയും അഖിലിനെയും പ്രതികളിലൊരാൾ തോക്കെടുത്ത് പലതവണ വെടിവെക്കുകയായിരുന്നു. അക്രമികളിൽ 3 പേർ പോലീസിന്റെ പിടിയിലായി. മുൻപും ഒട്ടേറെ തവണ കൊച്ചിയെ നടുക്കിയ വെടിവെപ്പുകൾ നടന്നിട്ടുണ്ട്. 2006 ഏപ്രിൽ 5 വെണ്ണലയിൽ അബ്കാരി മിഥില മോഹൻ കൊല്ലപ്പെട്ടത് വെടിയേറ്റാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘമായിരുന്നു ദൗത്യം ഏറ്റെടുത്ത് വെടിയുതിർത്തത്. അക്രമിയെ തമിഴ്നാട് പോലീസ് വെടിവെച്ച് കൊന്നതോടെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇതുവരെയും അന്വേഷണമെത്തിയില്ല. കൊച്ചിയിൽ നടി ലീന മരിയാപ്പോളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയ 2 പേർ വെടിയുതിർത്തത് 6 വർഷം മുൻപ്. 2018 ഡിസംബർ 15 നടന്ന സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അധോലോക കുറ്റവാളി രവി പൂജാരിയെ ക്രൈംബ്രാഞ്ച് വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തിരുന്നു. 2021 ജൂലൈയിൽ കോതമംഗലത്ത് BDS വിദ്യാർത്ഥിനിയെ ആൺസുഹൃത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് സമീപകാലത്ത് ഏറെ നടുക്കമുണ്ടാക്കിയത്. മാനസ എന്ന പെൺകുട്ടിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. 2022 ഒക്ടോബറിൽ കുണ്ടന്നൂരിലെ കാന്താരി ബാർ ഹോട്ടലിൽ വെടിയുതിർത്ത കേസും അതേ വർഷം തന്നെ നവംബർ 29 മട്ടാഞ്ചേരിയിൽ യുവാവിന് നേരെ വെടിവെച്ച സംഭവവും മലയാളിയുടെ പുതിയ തോക്ക് സംസ്കാരത്തിന്റെ തെളിവാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആലുവയിൽ അനുജൻ ജ്യേഷ്ഠനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ക്രിമിനൽ സംഘങ്ങൾ മാത്രമല്ല, സാധാരണക്കാരും തോക്കുപയോഗിച്ച് ആക്രമണം നടത്തുന്നത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എയർഗൺ ഉപയോഗിക്കാൻ ലൈസൻസ് പോലും വേണ്ട എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഭാവിയിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിയമ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ന്യൂസ് 18 കൊച്ചി. പോലീസ് പട്രോളിന് പോകുന്നത് തൊടുപുഴയിലേക്കാണ്.
തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ ബാങ്കിലെത്തി പെട്രോൾ ഒഴിച്ച് യുവാവിൻ്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവാണ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തിൽ മുട്ടം സ്വദേശി പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ബാങ്കിലെത്തി ഇയാൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. രാവിലെ 11:30ഓടെയാണ് തൊടുപുഴ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ മുട്ടം സ്വദേശിയായ യുവാവെത്തി പെട്രോൾ ഒഴിച്ച് പരാക്രമം കാണിച്ചത്. മുട്ടം സ്വദേശിയായ പ്രസാദ് സഹകരണ സംഘത്തിൽ 5 ലക്ഷത്തിന്റെ ചിട്ടി ചേർന്നിരുന്നു. പല തവണകളിലായി 1,20,000 രൂപ ചിട്ടിയിൽ അടയ്ക്കുകയും എന്നാൽ ചിട്ടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടച്ച തുക തിരികെ വേണമെന്ന് പ്രസാദ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടു. തുക തിരികെ നൽകണമെങ്കിൽ അപേക്ഷ നൽകണമെന്നും കമ്മിറ്റി കൂടിയ ശേഷം പണം തിരികെ നൽകാമെന്നും അധികൃതർ അറിയിച്ചു. തുടർന്ന് ബാങ്കിലെത്തിയ പ്രസാദ് വാതിലുകൾ അടച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ ബാങ്കിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സമയം വനിതാ ജീവനക്കാരടക്കം ബാങ്കിലുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കമ്മിറ്റി കൂടുമ്പോൾ തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നേക്കാം, ആ പൈസ 1,20 തന്നേക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേൾക്കാതെ ഇന്ന് വന്ന് പെട്രോൾ ഒഴിക്കുവാണ്. പെട്രോൾ കുപ്പിക്കകത്ത് പൊട്ടിക്കുവാണ്. ലേഡീസ് സ്റ്റാഫ് ഉൾപ്പെടെയുണ്ട്. ഇന്നലെ വന്നും വളരെ മോശമായിട്ട് പുള്ളി സംസാരിച്ചതാണ്. 3-4 കുപ്പിക്കകത്താക്കിയാണ് പുള്ളി വന്നത്. അത് അടിച്ചു പൊട്ടിക്കുമായിരുന്നു. എന്നിട്ട് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് പുള്ളി അകത്തിരിക്കുവാണ്. ലാമ്പും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കത്തിക്കും എന്നുള്ള രീതിയിൽ ബാങ്ക് അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വേണം അല്ലെ, എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വേണം അല്ലെ, നല്ല പോലീസ് ടീമോ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസവും പ്രസാദ് ബാങ്കിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരിലും ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇടുക്കി. നമ്മുടെ നാട്ടിലെ അക്ഷയ സെന്ററുകളുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറം തിരൂർ ആലിങ്ങലിലെ അക്ഷയ സെന്ററിലുണ്ടായ സംഭവം നിങ്ങൾ അറിയണം. അക്ഷയ സെന്റർ വഴി ആധാർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി 38 വ്യാജ ആധാർ കാർഡുകളാണ് നിർമ്മിച്ചത്. രാജ്യാതിർത്തി പ്രദേശത്തു നിന്നും എനി ഡെസ്ക് വഴി വെബ്സൈറ്റിലേക്ക് നുഴഞ്ഞു കയറിയാണ് ആധാറുകൾ സൃഷ്ടിച്ചതെന്നാണ് സൂചന. ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണോ വ്യാജ ആധാറുകൾ നിർമ്മിച്ചതെന്നും സംശയിക്കുന്നുണ്ട്. ഈ 38 ആധാറുകളും റദ്ദാക്കിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ആലിങ്ങലിലെ അക്ഷയ സെന്റർ വഴിയാണ് അജ്ഞാതർ ആധാർ വെബ്സൈറ്റ് സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. റിമോട്ട് ആക്സസ് മുഖേന ആലിങ്ങലിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നുഴഞ്ഞു കയറുകയും ആധാർ എൻറോൾമെന്റ് നടത്തുകയുമായിരുന്നു. 38 ആധാറുകളാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചത്. ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയോ ചാരപ്രവർത്തനത്തിന് വേണ്ടിയോ ആണ് ഇതെന്ന് സംശയിക്കുന്നു. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത 38 ആധാറുകളും UID സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 12-നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള അഡ്മിനാണെന്ന് പറഞ്ഞ് ആലിങ്ങലിലെ അക്ഷയ സെന്ററിലേക്ക് ഫോൺ കോൾ വന്നത്. സെന്ററിന്റെ ആധാർ മെഷീൻ 10,000 എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വീണ്ടും വേരിഫിക്കേഷൻ ആവശ്യമാണെന്നും എനി ഡെസ്ക് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു. UIDയിൽ നിന്നാണ് എന്നതിനാൽ സംശയമില്ലാതെ എനി ഡെസ്ക് കണക്ട് ചെയ്തു. ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയിലായി. തുടർന്നാണ് വ്യാജ എൻറോൾമെന്റ് നടന്നത്. വേരിഫിക്കേഷൻ പൂർത്തിയാണെന്നും പരീക്ഷണാർത്ഥം ഒരാളുടെ എൻറോൾമെന്റ് നടത്താനും ആവശ്യപ്പെട്ടു. ഇതും വിജയമായതോടെ വിളിച്ചയാൾ എനി ഡെസ്ക് കണക്ഷൻ വിച്ഛേദിച്ചു. ഇതിനിടയിൽ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ കടത്തിവിട്ടിരുന്നു. ഈ കാര്യം അക്ഷയ സെന്റർ അറിഞ്ഞതുമില്ല. അന്നേ ദിവസം 65 ആധാർ എൻറോൾമെന്റുകളാണ് ഇവിടെ നടത്തിയത്. ഇതിൽ 38 സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
എൻറോൾ ചെയ്യപ്പെട്ട ഓരോ ആധാറും UID വിശദമായി പരിശോധിച്ചപ്പോഴാണ് വിരലടയാളം, കണ്ണ് എന്നിവ പകർത്തിയതിലെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ അപ്ലോഡായിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലടയാളവും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലിലൂടെ ലൊക്കേഷൻ പശ്ചിമബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് വ്യക്തമായി. ഇതിൽ പശ്ചിമബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ്. ജനുവരി 30-ന് വിവരം കേരളത്തെ അറിയിക്കുകയും 31-ന് മലപ്പുറം ജില്ലാ അക്ഷയ ഓഫീസിൽ നിന്നും തിരൂരിലെ അക്ഷയ സംരംഭകന് നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ചെയ്തു. ഡാറ്റകൾ ശേഖരിക്കുകയും ആധാർ മെഷീൻ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ സംരംഭകനും തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മലപ്പുറം ജില്ലാ ഓഫീസിൽ നിന്നും സൈബർ പോലീസിലേക്കും പരാതി ഓൺലൈനായി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. PSC പരീക്ഷ ആൾമാറാട്ട കേസിലെ പ്രതികൾ പ്രിലിമിനറി പരീക്ഷയിലും ആൾമാറാട്ടം നടത്തിയതായി സൂചന. പ്രിലിമിനറി പരീക്ഷയിൽ അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതിയത് സഹോദരൻ അഖിൽജിത്താണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. 2 പ്രതികളെയും തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ PSC വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നേമം സ്വദേശി അമൽജിത്തായിരുന്നു ഈ സീറ്റിൽ പരീക്ഷ എഴുതേണ്ടത്. മതിൽ ചാടി രക്ഷപ്പെട്ട ആളെ കൊണ്ടുപോയ ബൈക്ക് അമൽജിത്തിൻ്റെതാണെന്ന് പോലീസ് കണ്ടെത്തി. അമൽജിത്തിന് വേണ്ടി മറ്റാരോ പരീക്ഷ എഴുതാൻ ശ്രമിച്ചെന്നായിരുന്നു പോലീസിന്റെ സംശയം. എന്നാൽ ഇതാരാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അമൽജിത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതോടെയാണ് സഹോദരന്മാർ നടത്തിയ ആൾമാറാട്ടമാണെന്ന് തെളിഞ്ഞത്. ആദ്യം ഒളിവിൽ പോയ ഇരുവരും വെള്ളിയാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരം ACJM കോടതിയിൽ കീഴടങ്ങിയത്. LGS പ്രാഥമിക പരീക്ഷയിലും ഇവർ ആൾമാറാട്ടം നടത്തി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അന്നും അമൽജിത്തിനായി പരീക്ഷ എഴുതിയത് സഹോദരൻ അഖിൽജിത്താണെന്ന് പോലീസ് പറയുന്നു. 2 പ്രതികളെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസം കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ തുടർ മരണങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ രജിത എന്ന യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. രജിത ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർമാർ ചികിത്സാ ചെലവ് വാഗ്ദാനം ചെയ്തതായി ഭർത്താവ് നിതീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായും അമ്മ മരിച്ച നവജാത ശിശുവിനെ ശിശുക്ഷേമ സമിതി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയും അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ രാജീവും ആശുപത്രിയിലെത്തി ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചെന്ന ഗുരുതര ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. സെപ്റ്റംബർ 24-ന് രജിത മരിക്കുന്നതിന് 3 ദിവസം മുമ്പായിരുന്നു രജിതയുടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയത്. വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡോക്ടർമാരുടെ ഇടപെടലെന്ന് കുടുംബം ആരോപിക്കുന്നു. അവരന്ന് ഇത് 21-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും അൻസറി ഡോക്ടറുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 25,000 രൂപയാകും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ 2 പേര്. ഏത് ഡോക്ടർക്ക്? അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടറും ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാണ്. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചു. അവർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേഷന്റെ മെയിൻ ഇത് അനസ്തേഷ്യ ഡോക്ടർ. അപ്പം 2,000 രൂപയാണ് അയാളുടെ ഫീസ്. അപ്പം ഞാൻ അവിടെ ഇത് പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പം അതിന് 2,500 രൂപ കൊടുക്കണം. പിന്നെ എൻ്റെ കാശില്ലായിരുന്നു. ഞാൻ സാറിന് 1,500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ പറഞ്ഞു.
അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്ന് നിതീഷും പറയുന്നു. മരിച്ച ആശയുടെയും ഗുരുതരാവസ്ഥയിലായിരുന്ന അഞ്ജലിയുടെയും കുടുംബവും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ നമ്മളിന്ന് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഇത് ഉമ്മാൻ്റെ പൈസ കൊടുത്തു. അതെ, എൻ്റെ 1500 രൂപ മേടിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന അത്ര ശസ്ത്രക്രിയക്ക് വരുന്ന എല്ലാവരുടെയും മേടിക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഇതൊരു നാട്ടു നടപ്പാ. അവിടെ ഈ കാണുന്നത് സ്ഥലം MLA PP ചിത്തരഞ്ജൻ രജിതയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രിക്ക് നൽകിയ കത്താണ്. കത്ത് തള്ളിയ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തിയില്ലെന്ന് മാത്രമല്ല, അമ്മ മരിച്ച നവജാത ശിശുവിനെ പോലും തിരിഞ്ഞു നോക്കിയില്ല. സംഭവമായിട്ട് മുലപ്പാൽ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു സംരക്ഷണം, അമ്മ പോയി ഈ കുഞ്ഞുങ്ങളുടെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിനെന്ത് ആരോഗ്യം, ഇതിൻ്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണം എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടെ ശസ്ത്രക്രിയയെ തുടർന്ന് 2 പേരാണ് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ മരിച്ചത്. ഒരാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴും ജനങ്ങളുടെ ആശ്രയമായ ആശുപത്രിയിൽ സുരക്ഷിത ചികിത്സ ഉറപ്പുവരുത്താനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. ന്യൂസ് 18 ആലപ്പുഴ. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ നിരവധി ദുരൂഹ മരണങ്ങളും അസ്വാഭാവിക മരണങ്ങളും ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ അധ്യാപികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കി. കൊണ്ടോട്ടി ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപിക ആബിദയാണ് മരിച്ചത്. അധ്യാപകനായ ഭർത്താവ് ഷാജുദ്ദീൻ പുറത്തേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. മദ്രസ വിട്ടെത്തിയ മകളാണ് മരിച്ച നിലയിൽ ഉമ്മയെ കാണുന്നത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ആബിദ ടീച്ചറിൻ്റെ ആത്മഹത്യയുടെ കാരണം? പോലീസ് കണ്ടെത്തട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. സഹായം